ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നടി എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു വചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇരമ്യാവ് 5-ാം അധ്യായത്തിൻ്റെ 24 തൊട്ടുള്ള ഒരു വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ഇരമ്യാവ് 5:4. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതതു സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തൻ്റെ ഭക്തജനങ്ങൾക്ക് ഹല്ലേലൂയ ഒരുക്കിയിരിക്കുന്ന കുറേ നന്മകളാണിത്, അല്ലേ? അതായത് മുൻമഴയും പിന്മഴയും, അല്ലേ? ചില ആവശ്യങ്ങളുടെ നടുവിൽ, ചില പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ പലപ്പോഴും ഒരു നന്മ ആഗ്രഹിക്കാറുണ്ട്, അല്ലേ? ഒരു മഴ പോലെ, അല്ലേ? വേനൽക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു മഴ എത്രമാത്രം മനസ്സിന് ആനന്ദവും നമ്മുടെ കാര്യാദികൾക്ക് അത് എത്രയും സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ മുൻമഴയും പിന്മഴയും അതുപോലെ തന്നെ നമുക്ക് സമയത്ത് മഴ തരികയും അതല്ല കൊയ്ത്തിനുള്ള കാലാവധി ഒക്കെ പാലിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയൊക്കെയും ചെയ്തു തരുന്ന ഈ ദൈവത്തെ ജനം ഭയപ്പെടുക, അവരുടെ ഹൃദയത്തിൽ പോലും അങ്ങനെ ഒരു യഹോവയുടെ ഒരു ഭയമില്ലെന്നാണ് ഇവിടെ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലേ? യഹോവ ഭയം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്? താഴോട്ട് വായിക്കുമ്പോൾ ഇവ മാറിപ്പോവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര, അതായത് പാപപ്രവൃത്തികൾ ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കുറ്റബോധം ഉണ്ടാകും. പിന്നെ അതിലേക്ക് നമ്മൾ ഇഴകിച്ചേരുമ്പോൾ നമുക്ക് ആ കുറ്റബോധം നഷ്ടപ്പെടി യഹോവ എന്ന ഭയം നമ്മളിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഇടയായത്. അതാണ് പിശാച് കൂടുതലും ഇന്നത്തെ ഈ തലമുറ രഹസ്യ പാപങ്ങളും മറ്റുള്ള പാപങ്ങളിലേക്ക് ഒഴുകിപ്പോകാൻ കാരണം. അല്ലെങ്കിൽ 1-2 വട്ടം അതൊന്ന് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താണ്, മനുഷ്യൻ അതിലേക്ക് അടിമകളായി തീരുകയാണ്. അപ്പോൾ യഹോവയുമായിട്ടുള്ള ബന്ധം ഭയം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മളെ ചെന്നെത്തിക്കുമാറാക്കുന്നത് വലിയ വലിയ അപകടങ്ങളിലാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ ദൈവവചനം പറയുകയാണ്, ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇതിൽ താഴത്തോട്ടൊക്കെ നമ്മൾ താഴത്തെ ഭാഗങ്ങൾ ഇതിൻ്റെ കുറച്ചും കൂടെ 26-27 വായിക്കുമ്പോൾ ജനത്തിൻ്റെ നടുവിൽ ദുഷ്ടന്മാരൊക്കെ എന്ത് ചെയ്യാണ്, കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ അവരെന്തിന് കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു, അല്ലേ? പണ്ടൊക്കെ കുടുക്കൊക്കെ വെച്ച് ഓരോ പ്രാണികളെ പിടിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ കെണികൾ ഒരുക്കി മനുഷ്യന്മാരെന്താണ് പറ്റിക്കുകയാണ്, ചതിക്കപ്പെടുത്തുകയാണ്. ആമേൻ, സ്തോത്രം. ഇന്നത്തെ വാർത്തകളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ തന്നെ എന്ത് ചെയ്യാണ്, കുടുക്ക് വെച്ച് പിടിച്ച് ഓരോ കാര്യങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഓരോന്നൊക്കെയും ചെയ്തു കൂട്ടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ വീട്ടിൽ വഞ്ചനയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ വഞ്ചിച്ച് മറ്റുള്ള മനുഷ്യന്മാരെ വഞ്ചിച്ചിട്ട് മഹാന്മാരും ധനവാന്മാരുമായിട്ട് അവർ പുഷ്ടി വെച്ച് മിന്നുകയാണ്. സ്തോത്ര. ഇവർക്ക് അനാഥന്മാർക്ക് അവർ ഗുണം ചെയ്യുന്നില്ല, ന്യായപാലനം നന്നായി ചെയ്യുന്നില്ല. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്ദർശനകാലം അടുത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ രാജ്യത്തിനും അല്ലാത്ത രീതിയിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ അതെല്ലാം നശിച്ചു പോകും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് അതിക്രമങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവചനം നമ്മളോട് പറയാണ്, ഞാൻ അവരെ സന്തോഷിക്കാതിരിക്കുമോ? ആമേൻ, സ്തോത്രം. ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ? അതായത് യഹോവ പറയാണ്, ഞാൻ ചെയ്യാതിരിക്കുമോ എന്നൊരു ചോദ്യമാണ്. ദൈവം കൃത്യമായി ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. ഇപ്പം നമ്മൾ ചിന്തിക്കും, ഹല്ലേലൂയ, ദുഷ്ടൻ പന പോലെ അവനെന്താണ് വളരുകയാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. അവൻ മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ഓരോന്ന് സ്വരൂപിച്ച് അവൻ്റെ കുടുംബവും മക്കളെയും നല്ല രീതിയിൽ പോറ്റുമ്പോൾ കർത്താവേ നീ എവിടെയാണെന്ന് പലപ്പോഴും ഞാനും നീയും ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഇന്ന് ദൈവവചനം നമ്മളോട് പറയാണ്, ദൈവം അവരെ സന്ദർശിക്കുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. അവൻ തൻ്റെ അവരുടെ അകൃത്യങ്ങളെ ദൈവം എന്ത് ചെയ്യും, സന്ദർശിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവഭയം വിട്ടുമാറി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം. അതായത് ഒരു പ്രഗ്നൻറ്റ് വുമണിന് അല്ലെങ്കിൽ ദൈവവചനം ഇപ്രകാരം പറയുകയാണ്, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക.
അടുത്തിരിക്കുകയാണ്. ആമേ സ്തോത്ര. ഉന്നതന്മാരല്ല, ഞാൻ ഇന്ന് ബലവാന്മാരാണ്. നമുക്കറിയാം ബലവാന്മാരാന്ന് കരുതുന്നവർ ഈ ബലമൊക്കെ ക്ഷയിച്ചു പോകുന്നൊരു കാലഘട്ടം. ആമേ സ്തോത്ര. ഇന്നത്തെ തലമുറയിലാണെങ്കിലും ഈ യൗവന പ്രായം, ആമേ സ്തോത്ര, ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ പണത്തിൻ്റെ പിറകെ നമ്മൾ ഓടുമ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ന്യായവിസ്താരത്തിൻ്റെ മുമ്പാകെ ഞാനും നീയും നിൽക്കേണ്ടതാണ്. ഹല്ലേലൂയ സ്തോത്ര. അല്ലേ, ദൈവം ഇവിടെ പറയാണ്, ഞാൻ അവരെ സന്ദർശിക്കുക തന്നെ ചെയ്യുക. അത് നനയ്ക്കാത്ത നിമിഷത്തിൽ അതെന്ത് ചെയ്യും, സംഭവിക്കുക. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ നനയ്ക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ സന്ദർശനം നിൻ്റെ ഭവനത്തിൽ ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. അത് നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. ആമേ, യഹോവയുടെ കുളിർ ആർക്ക് സഹിക്കാൻ കഴിയുക? എങ്കിൽ അവൻ കോപിച്ചാലോ? ഹല്ലേലൂയ സ്തോത്ര. അവൻ്റെ കോപം പറ്റാതിരിക്കണമെങ്കിൽ ഇന്ന് നീ മുറുകെ പിടിച്ചിരിക്കുന്ന ചില പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ, ആമേ സ്തോത്ര, അല്ല, നീ ഇന്ന് ദൈവത്തെ പോലെ കാണുന്ന ചില ദുഷ്ട മനുഷ്യർ, ആമേ സ്തോത്ര, അവർ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവർക്ക് കൂട്ട് നിൽക്കാതെ വണ്ണം യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ ഞാൻ നിന്നെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ പോലെ ഈ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആമേ സ്തോത്ര ഇന്ന് നീ ദൈവത്തെ പിന്തുടരുകയാണെങ്കിൽ, നസ്രാന യേശുവിനെ പിന്തുടരുമ്പോൾ നീ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിത്തീരും. ഹല്ലേലൂയ സ്തോത്ര. അപ്പോൾ ഈ വിസ്മയവും ഭയങ്കരമായുള്ള കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്ത് നടക്കുകയാണ്. ഇതിനൊക്കെ ലക്ഷണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആമേ സ്തോത്ര. ഞാനും നീയും നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദൈവഹിതമില്ലാത്തത് എന്തെങ്കിലും നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ആമേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. ആമേ സ്തോത്രം. ഇവിടെ ദൈവവചനം പറയുകയാണ്, നിനക്ക് മുൻമഴയുടെ കാലത്ത് ഞാൻ മുൻമഴ തരികില്ലേ, തന്നിട്ടുള്ള നിമിഷങ്ങളില്ലേ. ആമേ, നിനക്ക് എന്താണോ കൃഷി ചെയ്യേണ്ടത് നിന്നെക്കാൾ ഉപരി കർത്താവിനറിയാം. ആമേ സ്തോത്ര. നിനക്ക് വേണ്ടുന്ന സമയത്ത് ഇവിടെ ദൈവവചനം സക്ക സമയം അതാത് സമയത്ത് ഞാൻ നിനക്ക് വേണ്ടിയുള്ള മഴ. ഹാലൽ, നീ ഒരു ഭക്തനാണെങ്കിൽ, നിൻ്റെ ദേശത്ത് നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കുടുംബമാണെങ്കിൽ നിൻ്റെ കുടുംബത്തിന് ആവശ്യമായത് ദൈവം തരുവാൻ ശക്തനാണ്. ആമേ സ്തോത്ര. നീ അറിയാത്ത സമയങ്ങളിൽ നിനക്ക് വേണ്ടി കരുതുവാൻ യഹോവ ബലവാനാണ്. ആമേ സ്തോത്ര. അതാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. കൊയ്ത്തിനായുള്ള കാലാവധി വരെയും നമുക്ക് നന്മകളെ കൊയ്തെടുക്കേണ്ട ഒരു കാലാവധി വരെ നിയമിപ്പാൻ യഹോവ ശക്തനാണ്. ഒന്നു മാത്രം നമ്മൾ ചെയ്യുക, ദൈവത്തെ ഭയപ്പെടുക. ആമേ, അവൻ ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ കൂടാരങ്ങളിൽ വെച്ച് പാർപ്പിക്കരുത്. ആമേ സ്തോത്ര. അവൻ ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ എന്തില്ല അത് സന്തോഷിക്കരുത്. അതുകൊണ്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആമേ സ്തോത്ര. അല്ല, ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാൽ ആമേ സ്തോത്ര. എല്ലാ ദൈവഹിതമില്ലാത്തതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങൾക്ക് നടുവിൽ മുൻമഴയും പിന്മഴയും തക്ക സമയത്ത് മഴ തരുവാൻ ശക്തനാണ്. നമുക്ക് ദൈവവചനത്തിൽ ശരണപ്പെടാം. അതുപോലെ തന്നെ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ആമോസിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, ബലവാൻ്റെ ശക്തി നിലനിൽക്കുകയില്ല. ഇന്ന് ബലമുണ്ടെന്ന് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് സാമ്പത്തിക ഞാൻ ഭയങ്കര ഉയർച്ചയിലാണെന്ന് ചിന്തിക്കുന്ന ചില കുടുംബങ്ങൾ, അമ്മേ, ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയാണ്, ബലവാൻ്റെ ശക്തി എന്ത് ചെയ്യത്തില്ല, നിലനിൽക്കത്തില്ല. വീരൻ തൻ്റെ അതായത് പലരെയും വീരപ്രവൃത്തികൾ ചെയ്ത പല വ്യക്തികൾക്ക് സ്വന്തം ജീവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രക്ഷിക്കാൻ കഴിയുകയില്ല. കാരണം ജീവൻ്റെ പ്രവൃത്തികൾ മരണത്തിൻ്റെ നീക്കുപോക്കുകൾ നസ്രാന യേശുവിൻ്റേതാണ്. ഹല്ലേലൂയ. അതുപോലെ വില്ലാളി ഉറച്ചു നിൽക്കുകയില്ല, ശ്രീഗാമി തന്നെത്താനെ വിടുവിക്കുകയില്ല. കുതിര കയറി ഓടുന്നവൻ തൻ്റെ ജീവനെ അവനവൻ്റെ ജീവൻ. നീ മറ്റുള്ളവരെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നിൻ്റെ സ്വന്തം ജീവൻ രക്ഷിപ്പാൻ ചിലപ്പോൾ നിനക്ക് കഴിഞ്ഞ് നിൻ്റെ സ്വന്തം കുടുംബത്തെ നിനക്ക് സംരക്ഷിപ്പാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നീ നേടിയത് ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടിയാണ്. ആമേ, അനീതിയുടെ പോക്കിലാണ് നീ നേടിയതും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അതൊന്നും അനുഭവിപ്പാനുള്ള ഭാഗ്യം കർത്താവ് ചിലപ്പോൾ നിനക്ക് തന്നെന്ന് വരികയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കൂട്ടുവാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലോ നസ്രാന യേശുവിനെ നിനക്ക് കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ആമേ, ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കൾ, ആമേ, അവരുടെ ഭാവിക്ക് വേണ്ടി ഞാനൊന്നും കരുതിയിട്ടില്ലല്ലോ എന്ന് നിരാശപ്പെടുന്ന ചില കുടുംബങ്ങൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, അതെല്ലാം നശിച്ചു പോകുന്ന ഈ ലോകത്തിന് വേണ്ടിയുള്ളതാണ്. എങ്കിൽ നിൻ്റെ തലമുറയ്ക്ക് ഹല്ലേലൂയ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ചില സത്യവചനങ്ങളെ കൈമാറുന്നുണ്ടെങ്കിൽ, ആമേ, ഈ
ബൈബിളിൽ പറയുന്ന അനുസരിച്ച് അവരെ നീ വളർത്തി വലുതാക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നവർ വലിയ കൊള്ള കണ്ടു കിട്ടിയതുപോലെ ഇന്ന് തലമുറകൾ ഈ വചനങ്ങളിൽ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തിലെ വരാൻ പോകുന്ന നിത്യജീവനിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ അവർക്ക് വേണ്ടി ഞാനൊന്നും സംഗ്രഹിച്ചില്ല, അവരുടെ ഭാവിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എന്ന് നീ നീറുന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിൻ്റെ തലമുറയുടെ നിൻ്റെ സമ്പത്ത് യഹോവയെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അവൻ സമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. അവൻ അവൻ്റെ ദാരിദ്ര്യത്താൽ വരെ നമ്മൾ സമ്പന്നരാകുക. അത്രയ്ക്ക് ശക്തനാണ് നമ്മുടെ നസ്രായനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റിവെച്ച് ഇവിടെ ദൈവവചനം പറയാണ്, വീരൻ തൻ്റെ സ്വന്തം പ്രാണനെ രക്ഷിപ്പാൻ അവന് കഴിഞ്ഞെന്ന് വരത്തില്ലെങ്കിൽ നമ്മൾ ഈ ഏറ്റവും എളിയവരായ നമ്മളെ രക്ഷിപ്പാൻ ശക്തനായ ഒരു യഹോവയിൽ ആശ്രയിക്കുക. അവൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചന പ്രകാരം ദൈവത്തെ ഭയപ്പെടുക. നിന്റെ തലമുറയും നോഹ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ദൈവഭക്തന്മാർ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നു, അവനും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. അവൻ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതൊക്കെയും തരുവാൻ ശക്തനാണ്. അല്ലാതെ അകൃത്യം നിറഞ്ഞ പാപം നിറഞ്ഞ ഈ ലോകത്തിനോട് ഇടചേർന്ന് നിൽക്കാതെ നസ്രായനായ യേശുവിനെ മുറുകെ പിടിച്ച് അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാവട്ടെ. ദൈവത്തോടുള്ള ആ പണ്ട് ആളുകളിലായ പോലെ ദൈവത്തോട് കൂടുതൽ അടുപ്പാൻ കഴിയാതെ വണ്ണം ബിസിയായി പോകുന്ന സാഹചര്യങ്ങളെ ദൈവം മറികടക്കുവാനുള്ള കൃപ നമുക്ക് നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാനും ദൈവവചനം പഠിക്കുവാനും വായിക്കുവാനും സമയങ്ങൾ കണ്ടെത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവവചന പ്രകാരം ഇവിടെ പറയുന്ന പോലെ ഇങ്ങനെ നടക്കുന്ന കുടുംബങ്ങളെ ദൈവം സന്ദർശിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ കേട്ടപ്പെട്ട വചനപ്രകാരം ദൈവത്തെ ഭയപ്പെടുക. അവനെ ഭയപ്പെടുന്നവരുടെ സന്തതി ഈ ദേശത്ത് ഏറ്റവും ബലപ്പെട്ടിരിക്കുന്നു. 112-ാം സങ്കീർത്തനം പറയണം, നിൻ്റെ സന്തതിയുടെ ആയുസ്സിനെ ദീർഘമാക്കുന്ന ഒരു ദൈവം. അവൻ്റെ ആയുസ് എന്താണ്? ഭൂമി ബലപ്പെട്ടിരിക്കണമെങ്കിൽ നീ യഹോവയെ ഭയപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. നിൻ്റെ എല്ലാ പ്രവർത്തികളിലും എല്ലാ ചിന്തകളിലും ക്രിസ്തുവിനെ ഭയപ്പെടുക. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുക. മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ ഭയപ്പെടുക. അവർക്ക് ആവശ്യമായതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കുക. അതൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. സ്തോത്രം. ഇന്ന് പല നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ഇതൊക്കെ ദൈവത്തിൻ്റെ കൽപ്പന. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. നീ ചെല്ലുന്നിടത്ത് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് അവരെ നമ്മൾ ബഹുമാനിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒരു പാപവും എൻ്റെ പക്ഷത്തില്ലെന്ന് നമ്മൾ പറയല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഇന്നത്തെ തലമുറകളെ നമ്മുടെ ചിന്തകളെ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? വിലയിരുത്തുക. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം ദൈവകരങ്ങളിലേക്ക്, അതിലെല്ലാം ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ സ്റ്റെപ്പുകൾ എടുക്കുക. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനപ്രകാരം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.